നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നല്ല ഗുരുനാഥൻ നല്ല വഴികളിലൂടെ നമ്മെ നയിക്കും. നല്ല ശിഷ്യൻ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ലോകത്തിനു മുൻപിലെത്തിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസന് വിവേകാനന്ദൻ എന്ന സമർത്ഥനായ ശിഷ്യനുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകമറിഞ്ഞത്. ഗുരുശിഷ്യബന്ധത്തിൽ ഗുരുവിനെ പോലെ ശിഷ്യനും പ്രാധാന്യമുണ്ട്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ 5 ശ്ലോകങ്ങളിൽ ഓരോന്നും ആരംഭിക്കുന്നത് യഥാക്രമം ന മ ശി വ യ എന്നീ അക്ഷരങ്ങളിലാണ്. ഓരോ ശ്ലോകവും അവസാനിക്കുന്നതും അതുപോലെയാണ്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. पावना रामा पतित पावना रामा पावना रामा पतित पावना रामा पावना रामा पतित पावना रामा जगदभिरामा दशरथ रामा पावना रामा जगदभिरामा दशरथ रामा पावना रामा पावना रामा पतित
രാമ പാവന രാമ പതിത പാവന രാമ പതിത പാവന രാമ പതിത പാവന രാമ പതിത പാവന രാമ. ക്ഷേത്രങ്ങളിൽ വിവിധ വസ്തുക്കൾ ദേവന് അഭിഷേകം ചെയ്യാറുണ്ട്. ശബരിമലയിൽ നെയ്യഭിഷേകമാണ് പ്രധാനം. എങ്കിലും മറ്റു പല വസ്തുക്കളും അഭിഷേകം ചെയ്യാറുണ്ട്. 8 വസ്തുക്കൾ കൊണ്ട് നടത്തുന്ന അഭിഷേകങ്ങളെ കുറിച്ചറിയാം ഇന്നത്തെ കഥയമമയിൽ. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേൾക്കുന്നതിലേക്ക് സ്വാഗതം. നമുക്കറിയാം, അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തിയെ നമ്മൾ പൊതുവിൽ അഭിഷേകപ്രിയൻ എന്ന് വിളിക്കാറുണ്ട്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നെയ്യഭിഷേകമാണ്. എന്നാൽ അതല്ലാതെയും ചില അഭിഷേകങ്ങൾ ഭഗവാനുണ്ട്. ആ അഭിഷേകങ്ങളുടെയൊക്കെ തന്നെ ഒരു കൂട്ടം, അതിൻ്റെ ഒരു കളക്ഷനെ ഒരു പ്രത്യേക പേരിട്ട് ശബരിമലയിൽ വിളിക്കും. അതാണ് അഷ്ടാഭിഷേകം. ഇന്നത്തെ ഈ അധ്യായത്തിൽ അഷ്ടാഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അഷ്ടാഭിഷേകം എന്ന് പറയുന്ന ഒരു വഴിപാട് ശബരിമലയിൽ പിന്നീട് ഉണ്ടായതാണ്. ആ ഒരു എല്ലാ അഭിഷേകങ്ങളും കൂടെ ഒരുമിച്ച് നടത്തുന്ന കീഴ്വഴക്കം പിന്നീട് ഉണ്ടായതാണ്. പക്ഷേ ഈ അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്ന പല ദ്രവ്യങ്ങളും പല സമയത്തായിട്ട് ഭഗവാന് അഭിഷേകങ്ങൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, അഷ്ടാഭിഷേകത്തിൽ നെയ്യ് ഇല്ല. നെയ്യഭിഷേകം വളരെയധികം പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. നെയ്യല്ലാത്ത 8 ദ്രവ്യങ്ങളാണ് അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദ്രവ്യം വെള്ളം തന്നെയാണ്, തീർത്ഥം. രണ്ടാമത്തെ ദ്രവ്യം പാലാണ്. മൂന്നാമത്തെ ദ്രവ്യം തേനാണ്. നാലാമത്തെ ദ്രവ്യം ഇളനീരാണ്. അഞ്ചാമത്തെ ദ്രവ്യം പനിനീരാണ്. ആറാമത്തെ ദ്രവ്യം പഞ്ചാമൃതമാണ്. ഏഴാമത്തെ ദ്രവ്യം കളഭമാണ്. എട്ടാമത്തെ ദ്രവ്യം ഭസ്മമാണ്. ഈ 8 അഭിഷേകങ്ങൾ ഒരുമിച്ച് ഭഗവാനെ നടത്തുന്നതിനെയാണ് അഷ്ടാഭിഷേകം എന്ന് വിളിക്കുന്നത്. ശബരിമലയിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ അഷ്ടാഭിഷേകം ചെയ്യാവുന്നതാണ്. ഇത് ഏത് സമയത്താണ് നടക്കുന്നത് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. പ്രഭാതത്തിലാണ് അഷ്ടാഭിഷേകത്തിൻ്റെ സമയം. അതായത് നെയ്യഭിഷേകം തുടങ്ങുന്നതിന് മുമ്പായി രാവിലെ ഭഗവാന്റെ തിരുനട തുറന്നതിന് ശേഷം ഭഗവാനും നീരാട്ടുണ്ട് ശ്രീകോവിലിനകത്ത്. അത് വാഗച്ചാർത്തായിട്ട് തന്നെയാണ്. വാഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ ആ തിരുശരീരം വൃത്തിയാക്കുന്നു. അതിനുശേഷം ഭഗവാന് ശംഖാഭിഷേകമുണ്ട്. മന്ത്രപൂരിതമായിട്ടുള്ള തീർത്ഥം കൊണ്ട്, ശംഖം കൊണ്ട് ഭഗവാൻ അഭിഷേകം നടക്കുന്നു. അതിനുശേഷം നെയ്യഭിഷേകത്തിന് മുമ്പായിട്ട് വരുന്ന സമയത്താണ് പലപ്പോഴും അഷ്ടാഭിഷേകം നടക്കാറുള്ളത്. വഴിപാടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് അവിടെ നിന്നത് തൊഴാനുള്ള സൗകര്യവും ഇന്ന് ശബരിമലയിലുണ്ട്. അഷ്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ച ഒരു തട്ടിൽ ഈ 8 ദ്രവ്യങ്ങളും പ്രത്യേകം കലശങ്ങളിലാക്കി നിറയ്ക്കുന്നു. അത് ശ്രീകോവിലിൻ്റെ തൃപ്പടിയിൽ വെച്ചതിന് ശേഷം വഴിപാടുകാരൻ അത് നേരിട്ട് സമർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് മേൽശാന്തി ഉൾപ്പെടെയുള്ള ആ ഭഗവാന് അർച്ചന ചെയ്യുന്ന ആളുകൾ അത് സ്വീകരിച്ച് ഓരോരോ ദ്രവ്യങ്ങളായി ഭഗവാന് അഭിഷേകം ചെയ്യുന്നു. അഷ്ടാഭിഷേകം കഴിക്കുന്നതിലൂടെ ഏത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ആ ആഗ്രഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഭഗവാൻ സാധിപ്പിച്ചു തരും എന്നാണ് വിശ്വാസം. പല ആളുകളും ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും ആരോഗ്യകരമായിട്ടുള്ള പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളും എല്ലാവരും തന്നെ അഷ്ടാഭിഷേകം വഴിപാടായിട്ട് ഭഗവാന് സമർപ്പിക്കാറുണ്ട്. അപ്പം ഇതിൽ ഉപയോഗിക്കുന്ന ഈ ദ്രവ്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഓരോ തത്വത്തെ കൂടി പ്രതിദാനം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ 5 ഭൂതങ്ങൾക്കും തത്വാംശത്തിന് തുല്യമായി നിൽക്കുന്ന ദ്രവ്യങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ അഭിഷേകം. ത്രിഗുണങ്ങൾ കൊണ്ട് പിന്നീടുള്ള അഭിഷേകമുണ്ട്. അങ്ങനെയാണ് ആകെ 8 എന്നുള്ള സംഖ്യ വരുന്നത് എന്ന് മഹാത്മാക്കളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഗുരുസ്വാമിമാരെല്ലാവരും തന്നെ അഭിപ്രായപ്പെടാറുണ്ട്. അതിൽ ചില ദ്രവ്യങ്ങൾക്ക് വളരെയധികം പ്രശസ്തി കൂടുതലാണ്. പ്രത്യേകിച്ച് കളഭവും ഭസ്മവും. കളഭവും ഭസ്മവും പലപ്പോഴും ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട്. കളഭം കലശക്കുടമായി നിറച്ച് ഭഗവാന് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് അഭിഷേകം ചെയ്യുന്ന രീതിയുണ്ട്. ഭസ്മം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള അഭിഷേക ദ്രവ്യമാണ്. എപ്പോഴൊക്കെ ഭഗവാന്റെ തിരുനട അടയ്ക്കുന്നുണ്ടോ
ഒരു സമയം കഴിഞ്ഞ്, അത് മാസപൂജയ്ക്ക് ശേഷമായിരിക്കാം, തീർത്ഥാടന കാലത്തിന് ശേഷമായിരിക്കാം, എപ്പോഴൊക്കെ ഭഗവാന്റെ തിരുനട കുറച്ച് നാളത്തേക്കായിട്ട് അടയ്ക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഭഗവാന്റെ വിഗ്രഹം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് യോഗദണ്ഡും ജപമാലയും കൊടുത്ത് തലപ്പാവ് ധരിപ്പിച്ച് ഭഗവാനെ വീണ്ടും തപസ്സിനായിട്ട് ഭഗവാനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ ആ തിരുനട അടയ്ക്കുന്നത്. അപ്പോൾ ഭഗവാനെ തപസ്സിലേക്ക് വിടുന്നതിന് മുമ്പാണ് ഭസ്മം സാധാരണ അഭിഷേകം ചെയ്യാറുള്ളത്. ആ ഭസ്മം ഈ അഷ്ട അഭിഷേകങ്ങളുടെ ദ്രവ്യങ്ങളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശബരിമലയിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു അഭിഷേകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പുഷ്പാഭിഷേകം. വൈകുന്നേരങ്ങളിലാണ് അത് ചെയ്യാറുള്ളത്. ഇന്ന് അഷ്ടാഭിഷേകത്തിൻ്റെ കണക്കിൽ നമുക്ക് പുഷ്പാഭിഷേകം കാണാൻ സാധിക്കില്ല, അത് പ്രത്യേകമായിട്ട് ചെയ്യണം. പുഷ്പങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും അഷ്ടാഭിഷേകത്തിലില്ല. ബാക്കിയുള്ള ഈ 8 ദ്രവ്യങ്ങൾ, അതിൽ തേന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്, പാല് വളരെയധികം പ്രാധാന്യമുണ്ട്, 5 ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ള ദ്രവ്യങ്ങളാണ്. അതൊക്കെ തന്നെ ആ ഭഗവാന്റെ തിരുശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ 8 ദ്രവ്യങ്ങളായിട്ട് നമ്മൾ ഭഗവാന് കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള 8 ഗുണങ്ങൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും അതിനെ സങ്കല്പിക്കാം. ആ ശീലങ്ങളെയൊക്കെ നമ്മൾ ഭഗവാന് കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ശരീരത്തിലൂടെ അത് ഓരോന്നും അഭിഷേകമായിട്ട് വരുമ്പോൾ അതൊക്കെ തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശക്തി ഭഗവാൻ തരുന്നു എന്നുമാണ് സങ്കല്പം. അപ്പോൾ അഷ്ടാഭിഷേകത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ നമുക്ക് ഭഗവാനോട് നന്ദി പറയാം. ഭഗവാന്റെ ആ തിരുശരീരത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അഷ്ടാഭിഷേകം നടത്താൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ദക്ഷയാഗവേദിയിൽ ജീവത്യാഗം ചെയ്ത് സതിയുടെ ശരീരം വിഷ്ണു സുദർശനത്താൽ ഖണ്ഡിച്ച് 108 സ്ഥാനങ്ങളിലായി പ്രതിഷ്ഠിച്ചു. ഈ സ്ഥാനങ്ങളാണ് 108 ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭാരതം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലാണ് ഈ 108 ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. വിഷ്ണുവിന്റെ അവതാരമൂർത്തികളിൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമനും ദക്ഷിണേന്ത്യയിൽ ശ്രീകൃഷ്ണനുമാണ് പ്രാധാന്യം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. വടക്കൻ കേരളത്തിൽ തൃപ്രയാർ തേവരെ പോലെ പ്രധാനമാണ് തെക്കൻ കേരളത്തിലെ വെളിനല്ലൂർ ശ്രീരാമനും. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ. അല്പം രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഇത്തിക്കരയാർ, ആറ്റിന്റെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്തമായ ഗ്രാമം, ഐതിഹ്യങ്ങളിലെ ഇത്തിക്കരപ്പക്കിയുടെ വിഹാരരംഗം. MC റോഡിൽ ഓയൂരിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് നീളുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ഗ്രാമം വലിയാംകുന്ന്, ഉഗ്രൻകുന്ന് എന്നിവ കാവൽ നിൽക്കുന്ന പ്രദേശമാണ്. കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്താണ് പുരാതനവും പ്രസിദ്ധവുമായ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. സാരസാനന സകലേശ്വര ദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദ സ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പുരാണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രൻകുന്നെന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. പണ്ട് ബാലി സുഗ്രീവ യുദ്ധം നടന്ന സുഗ്രീവൻ കുന്നാണ് ഉഗ്രൻകുന്നായി മാറിയത്. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് 1/2 കിലോമീറ്റർ അകലെയായി ബാലി വസിച്ച വാലിയാംകുന്നെന്ന് പറയുന്ന സ്ഥലമുണ്ട്. സപ്തസാലം എഴുന്ന 7 മരങ്ങളെ ഭേദിച്ചത് നമ്മുടെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന
ആറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. മലഞ്ചുഴി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇവിടെ ബാലിസുഗ്രീവ യുദ്ധം നടന്നപ്പോൾ ബാലി ദാഹാർത്തനായി വെള്ളത്തിന് അപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ തൻ്റെ അമ്പ് കൊണ്ട് ഒരു പാറയിൽ ഉരസി ഒരു നീരുറവയുണ്ടാക്കി വെള്ളം കൊടുത്ത സ്ഥലം തണ്ണീർക്കുടി എന്നും പറഞ്ഞുകൊണ്ട് അത് ഈ ബാല്യാങ്കുന്ന് എന്ന് പറയുന്ന മലയിലുണ്ട്. സപ്തസാലങ്ങൾ എന്ന് പറയുന്ന 7 മരങ്ങളിൽ നിന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന ഈ നദിയിലാണ്. അത് എയ്ത് മുറിക്കുകയും അവിടെ 7 വലിയ കയങ്ങളുണ്ട്. കൂടാതെ ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു സുഗ്രീവൻ കുന്ന് അഥവാ ഉഗ്രംകുന്നാണ്. ഒപ്പം ബാലി വസിച്ച ബാലിയാങ്കുന്ന് ഇതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടുണ്ട്. തിടപ്പള്ളി, നമസ്കാര മണ്ഡപം, വലിയമ്പലം, നാലമ്പലം, ബലിക്കൽപുര, ആനപ്പന്തൽ എന്നിങ്ങനെ പ്രൗഢി വിളിച്ചോതുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം പ്രാചീന കാലം മുതൽ ഇണ്ടളയപ്പൻ എന്ന ദേവനെ ആരാധിച്ചു വന്ന സ്ഥലമാണ്. ഈ കാണുന്ന ഇണ്ടളയപ്പൻ നട എന്ന് പറയുന്ന നടയ്ക്ക് ഏതാണ്ട് 2000 വർഷത്തിൽ പുറത്താണ് പഴക്കം പറയുന്നത്. ഇത് സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ്. കൂടാതെ ഈ അമ്പലത്തിൽ വട്ടെഴുത്ത്, കോലെഴുത്ത് പോലുള്ള പ്രാചീനപരമായ ലിപികളുണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേയൊക്കെ ഒരുപാട് പഠനമൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ അത് വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്ന ഇണ്ടളയപ്പൻ നട എന്ന് പറയുന്ന നടയ്ക്ക് ഏതാണ്ട് 2000 വർഷത്തിൽ പുറത്താണ് പഴക്കം പറയുന്നത്. ഇത് സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ്. ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായ ശ്രീരാമസ്വാമിയും ലക്ഷ്മണ ഭഗവാൻ പടിഞ്ഞോട്ട് ദർശനമായും കുടികൊള്ളുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. മേൽക്കൂരയുള്ള നാഗരാജാവിൻ്റെ ക്ഷേത്രവും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദൂരദേശങ്ങളിൽ നിന്ന് സ്വാമിയെ കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഇവിടെ വന്ന ഒരു പരദേശി ബ്രാഹ്മണന് ഇവിടെ വച്ച് ശ്രീരാമ ദർശനമുണ്ടായി എന്നും അതിന്റെ ഫലമായാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം നിർമ്മിച്ചത് എന്നുമാണ് വിശ്വാസം. ജാതി സമ്പ്രദായവും അയിത്തവും കൊടുമ്പിരിക്കൊണ്ട കേരളം ഭ്രാന്താലയമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പഴയ കാലങ്ങളിൽ പോലും സമൂഹത്തിന്റെ അടിത്തട്ടിലായിരുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കാളിത്തമുണ്ടായിരുന്നു എന്നതാണ് ഇവിടത്തെ ഒരു സവിശേഷത. വേളോൻ സമുദായത്തിന്റെ നായ്വയ്പ്, പാണൻ സമുദായക്കാരുടെ ചെണ്ടകൊട്ടി അറിയിക്കൽ, പറയ സമുദായക്കാരുടെ കുട്ട, വട്ടി, മുറം സമർപ്പിക്കൽ, മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവിൽപ്പന, വേടർ സമുദായക്കാരുടെ പൊങ്കാല, കുറവ സമുദായക്കാരുടെ തലയാട്ടം കളി എന്നിവയെല്ലാം ഒരു കാലത്ത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നു. ഈ വാണിഭമേളയിൽ ശ്രദ്ധേയമായത് കാളച്ചന്തയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അനേകം കാളകളുടെ കൊടുക്കൽ വാങ്ങലാണിത്. വാണിഭ സ്ഥലത്തു നിന്നും മത്സ്യവും ചുണ്ണാമ്പും വാങ്ങുക എന്നത് ഒരു കാലത്ത് നേർച്ചയുടെ ഭാഗം തന്നെയായിരുന്നു. ആര്യ ആരാധനാ സമ്പ്രദായത്തിന്റെ ശക്തമായ പ്രതീകമാണ് ശ്രീരാമനെങ്കിലും ഗോത്ര ആരാധന സമ്പ്രദായത്തിന്റെ മുദ്രകൾ ഈ മഹാക്ഷേത്ര സംസ്കാരവുമായി ലയിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നുമാശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലു ലോകേശനായ ധാത. നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ. ഇവിടുത്തെ ആചാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വളരെ അപൂർവമായ ആചാരങ്ങളാണ്. നായ്വയ്പ് പോലുള്ള ആചാരങ്ങൾ. അതുപോലെ ഇവിടെ ഒരു ദിവസം രോഹിണി ഉത്സവത്തിന്, മീനമാസ രോഹിണി ഉത്സവത്തിന് മത്സ്യം വിൽക്കുന്ന പതിവുണ്ട്. കൂടാതെ ഇവിടെ ഇണ്ടളയപ്പനോട് ബന്ധപ്പെട്ട് മത്സ്യ ചന്ത കൂടാതെ കാളച്ചന്തയും അതുപോലെ പാത്രം വിൽപ്പനയും മണൽ കച്ചവടം എന്ന് പറഞ്ഞൊക്കെ പേരുകേട്ട ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ കുറച്ച് കുറഞ്ഞ്. ക്ഷേത്രത്തിലേക്ക് പോകും വഴി ഹനുമാൻ ക്ഷേത്രം കാണാം. മാടൻ തമ്പുരാൻ, വാതിൽക്കൽ ഞാലി, കൊച്ചുമൂർത്തി എന്നിവരുടെ ആരാധനാസ്ഥാനങ്ങൾ സാധൂകരിക്കുന്നത് ഈ നിഗമനത്തെയാണ്. ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തി.
കുംഭമാസത്തിലെ രോഹിണിക്ക് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ 7-ാം ദിനം നായ്വയ്പ് എന്ന ചടങ്ങാണ്. അഷ്ടമി രോഹിണിയും നവരാത്രിയും ശിവരാത്രിയുമെല്ലാം ഈ ക്ഷേത്രസന്നിധിയിലെ ആഘോഷങ്ങളാണ്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടായി വരുന്ന രീതിയിൽ 10 ദിവസത്തിന് മുന്നേ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു. ഉഗ്രൻകുന്ന്, താളവയൽ, പകൽക്കുറി, കരിങ്ങന്നൂർ, ഓയൂർ എന്നീ കരക്കാരാണ് ഉത്സവത്തിലെ പ്രധാന പങ്കാളികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സ്വകാര്യ അഹങ്കാരമാണ് വെളുന്നല്ലൂർ മണികണ്ഠൻ. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ തിടമ്പ് 6ാമത്തെ തവണയാണ് മണികണ്ഠനേറ്റത്. ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും ഹനുമാനു വടമാലയും നിവേദ്യമായി നൽകുന്നു. വാതിൽക്കൽ ഞാരിയുടെ സന്നിധിയിൽ കുട്ടികളുടെ രോഗശമനത്തിനായി വളയും പാവയും തൊട്ടിലും എല്ലാം സമർപ്പിക്കുന്ന സമ്പ്രദായം പ്രാചീന കാലം മുതൽ നടന്നുവരുന്നു. കൊച്ചുമൂർത്തിക്ക് വെറ്റിലപ്പാക്ക് നിവേദ്യമാകുന്നു. അനേകം വ്യതിരിക്തമായ ചടങ്ങുകളോടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രവും അതിൻ്റെ പരിസരവും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും വിശദമായ പഠനത്തിന് വിധേയമാക്കിയാൽ പ്രാചീന കേരളത്തിൻ്റെ സംസ്കാരവും ജീവിത രീതിയുമെല്ലാം കൂടുതൽ വ്യക്തമാകും എന്നതിൽ സംശയമില്ല. ചരിത്രവും ഐതിഹ്യവും തൽക്കാലം പിന്മാറട്ടെ. ആത്മീയ സൗരഭം നുകർന്ന് ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നമുക്ക് പിന്മാറാം. ഇത്തിക്കരയാർ അതിൻ്റെ രാമനാമജപം അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമ രാമ നമസ്തേ രാമ 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 രാമ. ഗണേശ കവചം, ദേവീ കവചം എന്നിങ്ങനെ മിക്ക ദേവീ ദേവന്മാരുമായി ബന്ധപ്പെട്ട കവച സ്തോത്രങ്ങളുണ്ട്. ഇഷ്ടമൂർത്തിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോ അംഗങ്ങളും കാത്തുകൊള്ളണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണിത്. പ്രാർത്ഥന എന്നതിലുപരി ഒരു താന്ത്രിക കർമ്മത്തിന്റെ സ്വാധീനം കൂടി ഇതിൽ കാണാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.